പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 25-ാം തീയതി ആമേൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? അതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാൽ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി നടത്തിയ കർത്താവിന് കരത്തെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിനൊന്ന് കരം ഉയർത്തിയിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് അത്ഭുതകരമായി നമ്മളെ നടത്തുന്നതോർത്ത്, അതിശയകരമായി നമ്മളെ നടത്തുന്നതോർത്ത്, ശ്രേഷ്ഠമായി നടത്തുന്നതോർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കരമുയർത്തി പിടിച്ചിട്ട് പറയാം, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലോട് പറഞ്ഞ്, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. വൺ മോർ ടൈം, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അതിശയകരമായി നടത്തുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ 107-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ കർത്താവിന് വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ. 21-ാമത്തെ വാക്യം പറയുന്നു, അവർ യഹോവയായ കർത്താവിൻ്റെ നന്മയെ ചൊല്ലിയും ആമേൻ മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടുകൂടെ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകണം. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഇടത്ത് കാലിന് വേദനയായിട്ട് ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇടത്തെ കാലിൻ്റെ മുട്ടിന് താഴെ വേദന അനുഭവിക്കുന്നവർ, വിങ്ങൽ അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത ആ കാലിലേക്ക് ഇറങ്ങട്ടെ, സ്വാതന്ത്ര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഉദരത്തിനകത്തുള്ള അസ്വസ്ഥതകൾ, വയറിനകത്തുള്ള എരിച്ചിലുകൾ, അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നെഞ്ചിനകത്തുള്ള എരിച്ചിൽ പൂർണ്ണമായിട്ട് വിട്ടുമാറട്ടെ. എല്ലാ ബേണിംഗ് സെൻസേഷനുകളും യേശുവിൻ്റെ നാമത്തിൽ മാറി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി തീരുന്നതിനായിട്ട് സ്തോത്രം. കൈകാലുകൾക്കുള്ള നംനെസ്സുകൾ മാറട്ടെ. ആ അസ്വസ്ഥത വിട്ടുപോകാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അതുപോലെ കർത്താവേ, ആമേൻ, ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കാക്കി അവരെ ഉപയോഗിക്കണം. മിഡിൽ ഈസ്റ്റിൽ ഇന്ന് നടക്കുന്ന സഭാരാധന കർത്താവെ അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ, വലിയ ഉണർവിന് കാരണമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വലിയ ഉണർവിന് കാരണമായി തീരട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആമേൻ സകല അഭിഷിക്തന്മാരുടെ മേലും വെളിപ്പെടട്ടെ. ദൈവജനത്തെ ഈ ദിവസങ്ങളിൽ ശക്തീകരിച്ചാട്ടെ, കൃപ കൊണ്ട് പൊതിഞ്ഞാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ സഭായോഗമാണല്ലോ. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ വേണം അതിൽ പങ്കെടുക്കുവാൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ മാനിഫെസ്റ്റേഷൻ ഇന്നത്തെ സഭായോഗത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ പ്രഭാതത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം
അതിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവ് 60:22. താങ്ക് യു ജീസസ്. അതിന് മുമ്പ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ മിറക്കിൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക അത്ഭുതം നടക്കട്ടെ. അവരെ ഭാരപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് നടന്നേ മതിയാകൂ ഉള്ളൂ എന്നുള്ള ചില വിഷയങ്ങൾ, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കാനായിലെ കല്യാണ വീട്ടിൽ അന്ന് ആ സ്പോട്ടിൽ അവിടെ വെച്ച് മിറക്കിൾ നടന്നില്ലെങ്കിൽ അവരുടെ ഭവനത്തിൽ ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്നുണ്ടായ ആ മിറക്കിൾ ആ ഭവനത്തിൻ്റെ നിന്നയെ മാറ്റി അവരെ മാന്യതയുള്ളവരാക്കി തീർത്തതുപോലെ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ചില മിറക്കിൾസ് നടക്കുന്നതിനായി സ്തോത്രം. അത്ഭുതകരമായ ദൈവപ്രവൃത്തിക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 60:22 നമുക്കൊന്നുകൂടെ വായിക്കാം. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായി ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ഹല്ലേലൂയ. ഇത് ഈ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില ദൈവപ്രവൃത്തികൾ ഇന്നു മുതൽ ആരംഭിക്കട്ടെ. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരുന്ന വലിയ മിറക്കിൾ നിങ്ങളുടെ ലൈഫിൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഇതൊരു പ്രോഫറ്റിക്കൽ മെസ്സേജാണ്. യെശയ്യാ 60 എന്ന് പറയുന്നത് അതായത് നമ്മുടെ സിയോൻ്റെ പുതിയ നിയമസഭയെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ നിയമ സിയോനെക്കുറിച്ചുള്ള ആമേൻ യഥാസ്ഥാപനത്തെക്കുറിച്ചും ഗ്ലോറിയെക്കുറിച്ചും ഡിവൈൻ ആക്സലറേഷനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു പ്രോഫറ്റിക്കൽ ചാപ്റ്ററാണ്. ആമേൻ. അപ്പം ഈ ചാപ്റ്ററിൻ്റെ അവസാന വാക്യത്തിലാണ് നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുന്നത് ഒരു അസാധാരണമായ മുന്നേറ്റം, ഒരു എലിവേഷൻ, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ദൈവസഭയ്ക്കകത്ത് സംഭവിക്കും. ആമേൻ. 1-ാമത്തെ വാക്യത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞു തുടങ്ങി 22-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പറഞ്ഞു, ആമേൻ, അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: കുറഞ്ഞവൻ 1000. അവൻ കുറഞ്ഞവൻ 1000. അതായത് ചെറിയ തുടക്കങ്ങൾ. അവിടെ ദൈവം അതിനെ ചെറുതാക്കുകയല്ല, അതിനെ ദൈവം അസാധാരണമായതാക്കി മാറ്റുന്നു. ആമേൻ. ഒരു പക്ഷേ നമ്മൾ തുടങ്ങിയത് ചെറുതായിട്ടായിരിക്കാം, അവൻ തന്നെ ആയിരിക്കാം, വീക്കായിട്ടായിരിക്കാം, ആരും അറിയാത്ത രീതിയിലായിരിക്കാം, ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ വെച്ചായിരിക്കാം തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ കർത്താവ് എന്ത് ചെയ്യാൻ പോവുക? കർത്താവ് അതിനെ അസാധാരണമാക്കി വലുതാക്കുന്നു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ചെറിയവൻ 1000-ഉം കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരുന്നു. ആമേൻ. ഇതൊരു വലിയ മാറ്റത്തെയാണ് കാണിക്കുന്നത്. ആമേൻ. ചെറിയതിൽ നിന്ന് ശക്തിയിലേക്ക് വരുന്നു. ആമേൻ. കുറച്ചായിട്ട് വരുന്നത് വളരെ അധികമായിട്ട് വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? ആമേൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിപ്പാൻ വലുതായിട്ട് എന്തെങ്കിലും നമ്മുടെ ഉണ്ടാകണമെന്നില്ല, വലുതായിട്ട് എന്തെങ്കിലും കാണണമെന്നില്ല. കർത്താവ് ചെറുതിനെ വലുതാക്കും. ആമേൻ. നമ്മൾ അവൈലബിൾ ആണെങ്കിൽ കർത്താവ് എത്ര വേണമെങ്കിലും വലുതാക്കി തരുവാൻ ആമേൻ കർത്താവ് തയ്യാറാണ്. എന്നിട്ട് പറയുന്നു, ഇത് ആരരുളി ചെയ്യുന്നു? യഹോവയായ ഞാൻ തക്ക സമയത്ത് അത് ശീഘ്രമായി നിവർത്തിക്കും. ഇതാരാ കർത്താവ് ചെയ്യാൻ പോകുന്നത്? ഇത് ഭയങ്കര വേഗതയെ കാണിക്കുന്നു. ദൈവസഭയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന വേഗത, ദൈവ മക്കൾക്കുണ്ടാകാൻ പോകുന്ന വേഗത, ദൈവീകമായ ആ വേഗതയെ, വർധനവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കറിയാം, ഗിദിയോൻ്റെ കഥ നമ്മൾ പഠിക്കുമ്പോൾ ഗിദിയോനെ എന്നാ ചെയ്തു? ഗിദിയോൻ അവൻ പേടിച്ച് ഭയപ്പെട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവനെ തന്നെ കണ്ടത് അവൻ ചെറുതായിട്ടും അവൻ്റെ കുടുംബം ചെറുതായിട്ടുമാണ് കണ്ടത്. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ഈ ശത്രുവിനെ തകർത്തെറിയുവാൻ ദൈവം അവനെ അസാധാരണമായി ഉപയോഗിച്ചു. അവനൊരു ഇമ്പാക്റ്റായി മാറി. അവൻ ചെറുതിൽ നിന്ന് ഒരു വലിയവനായി തീർന്നു, വലിയ ഇമ്പാക്റ്റായി മാറി. ഇന്ന് പ്രഭാതത്തിൽ ഇതുപോലാണ് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെയും കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ചെറിയ തുടക്കങ്ങളെ, നിങ്ങളുടെ ഇല്ലായ്മകളെ ഒക്കെ കർത്താവ് അസാധാരണമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ദൈവം ആരംഭിച്ച പ്രവൃത്തിയെ ചെറുതാകാം, ചെറിയ പ്രവർത്തനമായിരിക്കാം, ചെറിയ ബിസിനസ് ആകാം, ചെറിയ ജോലിയാകാം, ചെറിയ സുവിശേഷ വേലയാകാം, അതൊന്നും കണ്ട് അതിനെ ചെറുതായിട്ട് കാണണ്ട. നിങ്ങളിലൂടെ അത് കർത്താവ് വലുതാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മളതിനെ ചെറുതായിട്ട് കാണണ്ട. അതിനെ തള്ളിക്കളയണ്ട. കർത്താവ് അതിനെ വലുതാക്കാൻ മതിയായവന്. അതിൻ്റെ മേൽ ദൈവവചനത്തെ നിങ്ങൾ പ്രഖ്യാപിക്കുക. പറയണം, ഇത് ചെറുതാണെങ്കിലും ചെറിയ തുടക്കങ്ങളാണെങ്കിലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. എന്നിട്ട് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ട്രസ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. അതുപോലെ ഏത് സമയവും ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ഒരു പ്രോഫറ്റിക്കൽ വേർഡായി മാറട്ടെ. യെശയ്യാ 60:22 പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ നിങ്ങളെ നോക്കി വായിക്കുന്നു. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരട്ടെ.
ആമേൻ. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത് സംഭവിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.